യാത്രകളുടെ കഥകൾ പറഞ്ഞാലും തീരത്തില്ല. മലയാളിയായ ശ്രീകുമാറിൻ്റെ യാത്രയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡിഷൻ എന്ന പേരിൽ ആരംഭിച്ച ശ്രീകുമാറിൻ്റെ യാത്രയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കേരളവും തമിഴ്നാടും ഒക്കെ കടന്ന് മനുഷ്യർ പിടയുന്ന മണിപ്പൂരിലൂടെയും കടന്നുപോയി ശ്രീകുമാറിൻ്റെ ഈ യാത്ര. ഇന്ത്യ ടിബറ്റ് അതിര് ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിലാണ് ശ്രീകുമാർ 24-നോട് സംസാരിക്കുന്നത്. ഗുരുദോങ്മാർഗ് ലേക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ടിബറ്റിന്റെ ബോർഡർ, ഇന്ത്യ ടിബറ്റ് ബോർഡറിലാണ് ഈ ലേക്ക് ഉള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനാവില്ല. അവിടം വരെയാണ് മോട്ടോറബിൾ റോഡ് ഉള്ളൂ. പിന്നിട്ട 13 സംസ്ഥാനങ്ങളെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ച്, സംസ്കാരത്തെയും സംസാരത്തെയും കുറിച്ച്, വാർത്തകളിൽ കണ്ട് നെടുവീർപ്പിട്ട മണിപ്പൂരിന്റെ ഉള്ളറകളും അതിശയിപ്പിച്ച ത്രിപുരയും, യൂറോപ്യൻ ജീവിതശൈലിയുള്ള മിസോറാമും, നോർത്ത് ഈസ്റ്റിലെ അത്യുത്സാഹികളായ സ്ത്രീകൾ, ജീവിതത്തോട് മുഖം തിരിക്കുന്ന പുരുഷന്മാർ. ഹൈവേകൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പ്ലാനിംഗ് ആണ് നമ്മൾ ആഗ്രഹിച്ചത്. കാരണം ഇപ്പോഴത്തെ ഹൈവേകൾ പൂർണ്ണമായിട്ടും 4 ലൈനോ 6 ലൈനോ ഹൈവേകൾ, ഒരേ കാഴ്ചകൾ തന്നെ, 2 സൈഡും ബാരിക്കേഡ്സ്, അങ്ങനെ ക്രാഷ് ഗാർഡുകൾ, ഇത് തന്നെയാണ് എല്ലാ ഭാഗത്തെയും കാഴ്ച. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെറിയ വഴികളിൽ കൂടെ, ഗ്രാമപ്രദേശങ്ങളിൽ കൂടെയുള്ള ഒരു യാത്ര. എറണാകുളം ജില്ലയിലെ കാലടി. ആദിശങ്കരൻ ജനിച്ച മണ്ണിൽ നിന്നും ശ്രീകുമാർ യാത്ര തിരിച്ചത് 2025 ജനുവരി 8-ാം തീയതി. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡിഷൻ എന്ന പേരിൽ ഒരു വലിയ യാത്ര. ലക്ഷ്യം ഇന്ത്യയുടെ ഹൃദയം തൊട്ടറിയുക. എല്ലാ സംസ്ഥാനങ്ങളും എന്നതു മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ജില്ലകളും തൊടുക എന്നതായിരുന്നു സ്വയം ഏറ്റെടുത്ത വെല്ലുവിളി. നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ കൾച്ചറുകളും അതുപോലെ തന്നെ ജീവിത രീതികളും വസ്ത്രവിധാനങ്ങളും ഭക്ഷണവും കൃഷിയും ഭൂപ്രകൃതിയും, ഇതെല്ലാം ഈ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പർവ്വതങ്ങളും അതുപോലെ തന്നെ സമതലങ്ങളും മരുഭൂമികളും തീരദേശങ്ങളും എല്ലാം തൊട്ടറിഞ്ഞ ഉള്ള ഒരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 4 വർഷത്തെ ആസൂത്രണം. പക്ഷേ മണിപ്പൂരിലെ സംഭവങ്ങൾ ആശങ്കയായി. മണിപ്പൂർ സംസ്ഥാനത്തേക്ക് കടക്കാൻ പോലും കഴിയില്ല എന്ന് കരുതിയെങ്കിലും ചില ജില്ലകളിലൂടെയെങ്കിലും യാത്ര കടന്നുപോകാനായത് വിജയമായി. രാത്രി വിശ്രമം പെട്രോൾ പമ്പുകളിൽ, കിടക്ക പോലെ സൗകര്യമുണ്ട് കാറിൽ. നാട്ടിൽ പെട്രോൾ പമ്പ് ഉടമയായതിനാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയുടെ പിന്തുണയുമുണ്ട്. ഈ 41 ദിവസത്തില് നമ്മള് കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, കർണാടക, തെലങ്കാന, ആന്ധ്ര, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ജാർഖണ്ഡ്, ഇത്രയും സംസ്ഥാനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇത്രയും സംസ്ഥാനങ്ങളിലായിട്ട് നമ്മൾ ഏതാണ്ട് 285ഓളം ജില്ലകൾ കവർ ചെയ്തു. ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ യാത്ര തുടരും. നിരവധി യാത്രകൾ നടത്തിയിട്ടുള്ള ശ്രീകുമാർ ഇതാദ്യമായാണ് തന്റെ യാത്ര അടയാളപ്പെടുത്തുന്നത്. ചിത്രീകരണത്തിന് ആധുനിക സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ശ്രീകുമാറിൻ്റെ യാത്ര ലക്ഷ്യമിട്ടതുപോലെ തന്നെ എത്രയും വേഗം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഈ യാത്ര പൂർത്തിയായി കഴിയുമ്പോൾ യാത്രയുടെ വിശദമായ വിവരണം നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. തുടർ യാത്രയ്ക്ക് ശ്രീകുമാറിന് എല്ലാവിധമായ ആശംസകളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു.